ദേശീയ തലത്തിൽ അതിവിദഗ്ധമായി ഇലക്ഷൻ അനാലിസിസ് നടത്തുന്ന സർവേ ടീമാണ് ടീം പി എസ് ആർ. ടീം പി എസ് ആറിൻ്റെ ആദ്യ സർവേ പ്രകാരം UDF 85 വരെ സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അവരുടെ രണ്ടാം ഘട്ട സർവേയിൽ UDF അധികാരത്തിൽ വരില്ല, LDF 68 മുതൽ 73 വരെ സീറ്റ് നേടി കേവല ഭൂരിപക്ഷം നേടുമെന്ന് തെളിഞ്ഞിരിക്കുന്നു. UDF 59 മുതൽ 66 വരെ സീറ്റുകൾ നേടും. ചുരുക്കത്തിൽ UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ടീം PSR സർവേ. മാർച്ച് 22-നും 29-നും ഇടയ്ക്കാണ് അവരുടെ രണ്ടാം ഘട്ട സർവേ വന്നിരിക്കുന്നത്. ആ രണ്ടാം ഘട്ട സർവേയിലാണ് LDF തുടരും എന്നവർ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല NDA 3 സീറ്റുകൾ വരെ നേടാനുള്ള സാധ്യതയുണ്ടെന്നും രണ്ടാം ഘട്ട സർവേയിൽ പറഞ്ഞിരിക്കുന്നു. നേമം, പാലക്കാട്, ആറ്റിങ്ങൽ എന്നീ സീറ്റുകളാണ് NDA നേടുന്നത് എന്നാണ് ടീം PSR സർവേയിൽ പറയുന്നത്. ഏറ്റവും പുതിയ ടീം PSR സർവേ പൊളിറ്റിക്സ് കേരള സർവേയുമായി ഏകദേശമൊക്കെ ഒത്തുപോകുന്ന രീതിയിലാണ്. കാസർഗോഡ് 5 സീറ്റിൽ 3 UDFും 2 LDFും നേടും. കണ്ണൂരിൽ 3 UDFും 8 LDFും നേടും. വയനാട്ടിൽ 1 UDFും 2 LDFും 1 LDFും 2 UDFും നേടും. കോഴിക്കോട് ഇഞ്ചോടിഞ്ച് ഫൈറ്റ് തന്നെ ആയിരിക്കും. പൊളിറ്റിക്സ് കേരള പറഞ്ഞതുപോലെ ഇഞ്ചോടിഞ്ച് ഫൈറ്റ് തന്നെ ആയിരിക്കും നടക്കുക. അവിടെ 7 UDFും 6 LDFും നേടും. മലപ്പുറത്ത് മുഴുവൻ സീറ്റും 16 സീറ്റും UDF നേടുമെന്നാണ് ടീം PSR സർവേ പറയുന്നത്. പാലക്കാട് 1 UDFും 10 LDFും നേടും. തൃശ്ശൂരിൽ 3 UDFും 10 LDFും നേടും. എറണാകുളത്ത് കഴിഞ്ഞ PSR സർവേയിൽ അവർ പറഞ്ഞിരുന്നത് UDF തൂത്തുവാരും എന്നാണ്. പക്ഷേ ഇത്തവണ അവർ പറയുന്നത് 3 LDF നേടും എന്നാണ്. ഇടുക്കിയിൽ 1 LDFും ബാക്കിയെല്ലാം UDFും നേടുമെന്നാണ് ടീം PSR സർവേയിൽ പറയുന്നത്. കോട്ടയത്ത് 4 UDFും 5 LDFും നേടും. ആലപ്പുഴയിൽ 3 UDFും 6 LDFും നേടും. പത്തനംതിട്ടയിൽ 2 UDFും 3 LDFും നേടും. അതിൽ പത്തനംതിട്ടയിൽ LDF നേടും എന്ന് പറയുന്ന 2 മണ്ഡലങ്ങൾ തിരുവല്ലയും ആറന്മുളയുമാണ്. കൊല്ലത്ത് 5 UDFും 6 LDFും നേടും. തിരുവനന്തപുരത്ത് 10 LDFും 3 UDFും നേടും. ഇതാണ് ടീം PSR സർവേ. തിരുവനന്തപുരത്ത് നേമത്ത് ചെറിയൊരു മേൽക്കൈ BJPക്ക് ഉണ്ടെന്നും ടീം PSR സർവേ പറയുന്നു. എന്തായാലും ടീം PSR സർവേ രണ്ടാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കേരളത്തിൽ LDF ഭരണം തുടരും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അതിന് കാരണമായി അവർ പറയുന്നത് സിറ്റിംഗ് MLAമാരുടെ പ്രകടനമാണ്. സിറ്റിംഗ് MLAമാരെ വീണ്ടും മത്സരിപ്പിക്കാനുള്ള LDFിൻ്റെ തീരുമാനം അത് ബുദ്ധിപരമായ തീരുമാനമായിരുന്നു എന്നാണ് അവർ പറയുന്നത്. സിറ്റിംഗ് MLAമാർ വീണ്ടും മത്സരിക്കുന്നത് LDFിന് വലിയ ഗുണം ചെയ്യുന്നു എന്നാണ് അവർ പറയുന്നത്. ആദ്യഘട്ട സർവേ ടീം PSRൻ്റെ ആദ്യഘട്ട സർവേ പൊളിറ്റിക്സ് കേരള പുറത്ത് വിട്ടിരുന്നു. പ്രേക്ഷകർക്ക് ഞങ്ങളുടെ വീഡിയോ പരിശോധിച്ചാൽ അത് കാണാവുന്നതാണ്. അതിൽ UDFിന് വലിയൊരു മേൽക്കൈയാണ് ടീം PSR പ്രഖ്യാപിച്ചത്. പക്ഷേ ഇപ്പോൾ ആ മേൽക്കൈ പോയിരിക്കുന്നു. LDF തിരിച്ചു പിടിച്ചിരിക്കുന്നു കേരളത്തെ. സിറ്റിംഗ് MLAമാരുടെ പ്രകടനം അത് LDFിന് വലിയ പ്ലസ് പോയിൻ്റായി മാറി എന്നാണ് ടീം PSR പറയുന്നത്. എന്തായാലും ടീം PSR സർവേ രണ്ടാം ഘട്ടം എത്തുമ്പോൾ LDFിന് ആശ്വസിക്കാം.
മൂന്നാം ഘട്ടത്തെ സർവേ അവർ വൈകാതെ തന്നെ പുറത്തുവിടും. അത് പൊളിറ്റിക്സ് കേരള പ്രേക്ഷകരെ അറിയിക്കുന്നതായിരിക്കും, പ്രേക്ഷകർക്ക് ആ വിവരം നൽകുന്നതായിരിക്കും. എന്തായാലും ടീം PSR സർവേ അനുസരിച്ച് LDF തുടരും.